ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി എഗ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 സവാള, 1 കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, 8 അല്ലിയോളം വെളുത്തുള്ളി, 1 പിടി മല്ലിയില, കറിവേപ്പിലയുള്ളവർക്ക് അതായാലും ചേർക്കാം. കൂടാതെ 5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, 2 തക്കാളി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കൂടാതെ അരമുറി തേങ്ങയുടെ പാലും വേണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇതെൻ്റെ ഒരു പുതിയ ചാനലാണ്, പുതിയൊരു തുടക്കമാണ്. ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുള്ള ശീലമോ ഒന്നുമില്ല, അതിൻ്റേതായ അപാകതകളൊക്കെ കാണും. എന്നാലും നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് സവാള ചേർക്കാം. സവാളയുടെ ആ പച്ചമണമൊക്കെ മാറുന്നവരെ വെയിറ്റ് ചെയ്യുക. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുക. അതും നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മളുടെ ഇഞ്ചിയും പച്ചമുളകും സവാളയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേപ്പിലയുള്ളവർ ചേർക്കാവുന്നതാണ്, ഇതില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായി കളർ ചേഞ്ച് ആകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് നന്നായി മയമാകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് കുക്കായാൽ മതിയാകും. ഇനി നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഈ സമയം ലോ ഫ്ലെയിമിൽ തീ വയ്ക്കാൻ ശ്രദ്ധിക്കുക. നന്നായി യോജിപ്പിക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് 1 ടീസ്പൂൺ കോൺ സ്റ്റാർച്ചാണത്. അത് കുറച്ച് നാളികേരപ്പാലിൽ നന്നായി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക.
അത് മാറ്റി വയ്ക്കാം. ഈ സമയം കുറച്ച് ഗരം മസാലയോ ചിക്കൻ മസാലയോ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഈ സമയം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് തിക്കായെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരമുറി തേങ്ങയുടെ നാളികേരപ്പാൽ ഇതിനോടൊപ്പം തന്നെ ഒഴിക്കാവുന്നതാണ്. കോൺഫ്ലോറിൻ്റെ പൊടിയുടെ മിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ സമയം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ. ഇങ്ങനെ ചെറിയ ബബിൾസൊക്കെ വന്നു തുടങ്ങുമ്പോൾ മറ്റൊരു പാനിൽ കുറച്ച് ഓയിലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുമിട്ട് എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കരിയാതെ ശ്രദ്ധിക്കുക. ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ സമയം നമ്മുടെ ഗ്രേവിയിലേക്ക് ആവശ്യമായ മല്ലിയില ചേർക്കുക. ശേഷം എടുത്തു വച്ചിരിക്കുന്ന മുട്ട ഓരോന്നായി ഗ്രേവിയിലേക്ക് ചേർക്കാം. ഈ സമയം ആവശ്യമെങ്കിൽ മാത്രം അല്പം ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ഗ്രേവി കുറുകി വന്നിട്ടുണ്ട്. കാണുമ്പോൾ കുറച്ച് ലൂസ് പോലെ തോന്നുമെങ്കിലും ഇതൊന്നിരുന്ന് വരുമ്പോൾ വളരെ തിക്കായി വരുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി എഗ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഉറപ്പായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.